ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഹരി നിത്യയോട് സംസാരിച്ചതിന് ശേഷം റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ സംസാരം കേട്ട് പുറത്ത് ജ്യോതി നിന്നിരുന്നു. ഹരി അവിടെ നിന്ന് ഇറങ്ങിയതും ജ്യോതി ഹരിയോട് സംസാരിച്ചു. ഹരിയേട്ടന് എന്നെ നിത്യേച്ചി ഇഷ്ടമാണോ? ആ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ മൗനത്തോടെ ഹരി നിൽക്കുമ്പോൾ ജ്യോതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഹരിയേട്ടന് എന്നെ നിത്യേച്ചി വിവാഹം കഴിച്ചൂടെ? അങ്ങനെ എന്റെ നിത്യേച്ചിയെ രക്ഷപ്പെടുത്തിക്കൂടെ? ഹരിയേട്ടൻ നിത്യേച്ചി വിവാഹം കഴിക്കുവാണെങ്കിൽ അതിവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. ഇനിയും ഹരിയേട്ടന് സമയമുണ്ട് എന്ന്, ഇപ്പോഴും സമയം കൈവിട്ടു പോയിട്ടില്ല എന്നും ജ്യോതി ഹരിയോട് പറയുമ്പോൾ മറുപടിയൊന്നും പറയാതെ ഹരി അവിടെ നിന്ന് മടങ്ങുന്നു. നിത്യ അപ്പോഴേക്കും ഹരിയുടെയും ജ്യോതിയുടെയും സംസാരം, ഹരിയോടുള്ള ജ്യോതിയുടെ ചോദ്യങ്ങളൊക്കെ റൂമിൽ നിന്ന് കേൾക്കുന്നു. പിന്നീട് ഹരി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്ത് ഹാളിലെത്തിയ ഹരിയെ സുജാത വിളിച്ചു നിർത്തി. മോനെ ഹരി, മോൻ ഇവിടെ നിത്യയെ പെണ്ണ് കാണാനായി എത്തുന്ന സമയത്ത് മോൻ കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അതൊരു സഹായമാകുമായിരുന്നു. മോനും ഇവിടെ നിൽക്കുവോ എന്ന് ഹരിയോട് സുജാത അന്വേഷിച്ചു. ഹരിയോടുള്ള സുജാതയുടെ ആ ചോദ്യം കേട്ട് ഹരി ഒന്നും മിണ്ടാനാകാതെ ആകെ വിഷമത്തോടെ നോക്കി. മറുപടി ഒന്നും പറയാതെ, താൻ നിൽക്കാമെന്നോ വരാമെന്നോ ഒന്നും പറയാതെ ഹരി ഒന്ന് നോക്കുക മാത്രം ചെയ്തിട്ട് മിണ്ടാതെ അവിടുന്ന് പോകുന്നത് കണ്ട് സുജാതയ്ക്കും ആകെ സംശയമാവുന്നു. ഹരിക്ക് എന്താ സംഭവിച്ചെന്നറിയാതെ സുജാതയും സംശയത്തോടെ നിൽക്കുമ്പോഴാണ് ഹരി വീട്ടിലേക്ക് കയറുന്ന നേരത്ത് മുറ്റത്തേക്ക് ഒരു കാർ വന്നത്. കാറിൽ നിന്നിറങ്ങിയ രാകേഷും അച്ഛനമ്മമാരും ഹരിയുടെ അരികിലേക്ക് ചെന്നു. രാകേഷ് വന്ന് ചോദിച്ചു, ഇത് ഒരു പത്മ ടീച്ചറിന്റെ വീടാണോ? അത് കേട്ടതും ഹരി അത് എന്ന് തലകുലുക്കി, താഴെയാണ് ടീച്ചറുടെ വീട് എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ സോറി, താങ്ക്സ് എന്ന് പറഞ്ഞ് രാകേഷ് അച്ഛനമ്മമാരെയും വിളിച്ചുകൊണ്ട് താഴേക്ക് പോകുന്നു. അങ്ങനെ അവർ താഴേക്ക് പോകുന്നതിനിടയിൽ പെട്ടെന്ന് രാകേഷിന്റെ ഫോണിലേക്ക് വീണ്ടും ഒരു കോളെത്തി. കോൾ അറ്റൻഡ് ചെയ്യുന്ന രാകേഷ്, എനിക്ക് ഒരു 10 മിനിറ്റ് തന്നേക്കും, ഞാൻ സംസാരിക്കാം, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യത്തിനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് കൂട്ടുകാരനോട് സംസാരിച്ച് ഫോൺ കട്ട് ചെയ്യുമ്പോൾ രാകേഷിന്റെ അച്ഛൻ ചോദിച്ചു, ഇതെന്ത് വിളിയാടാ, എപ്പോഴും ഉണ്ടോ ഇങ്ങനെ ഒരു ഫോൺ വിളി? അത് കേട്ട ഉടനെ രാകേഷ് പറഞ്ഞു, അച്ഛ, ബിസിനസ് ആകുമ്പോൾ അങ്ങനെയാണ് അച്ഛാ, ഒരു ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് അത് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഫോൺ കോൾ ഉണ്ടാകും. അതിപ്പോൾ എന്ത് സാഹചര്യമാണെങ്കിലും ശരി, എനിക്ക് ആ കോൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഈ അവസ്ഥയിലും എനിക്ക് അങ്ങനെ ഒരു കോള് വന്നാൽ അത് എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ അച്ഛൻ അനുവദിക്കണം എന്ന് പറഞ്ഞതും ആ കോള് എനിക്ക് അറ്റൻഡ് ചെയ്യണമെന്നും അറിയിച്ചു. അത് കേട്ടതോടെ ശരിയെന്ന് പറഞ്ഞ് അവർ 3 പേരും സന്തോഷത്തോടെ താഴോട്ടിറങ്ങി വരുമ്പോൾ ഉടനെ അവരെ കണ്ട് വളരെ സ്നേഹത്തോടെ ജ്യോതിയും ശരവണ്ണനും അവരെ സ്വീകരിക്കുന്നു. അങ്ങനെ അവരെ 3 പേരെയും സന്തോഷപൂർവ്വം അകത്തേക്ക് ക്ഷണിച്ചിരുത്തി. അവർ 3 പേരും അകത്തേക്ക് കയറിയതും വളരെ സന്തോഷത്തോടെ എല്ലാവരും പരസ്പരം സംസാരിച്ചു. ശരവണൻ എല്ലാവരെയും പരിചയപ്പെടുത്തുകയും ശരവണൻ താൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഞാൻ കുഞ്ഞുനാൾ മുതൽ ഇവിടെ ഉള്ളതാ. അങ്ങനെ ഈ കുടുംബത്തിന്റെ ഒപ്പമായി. ഇവര് മുമ്പ് താമസിച്ചിരുന്ന മറ്റൊരു സ്ഥലത്തായിരുന്നു. അന്ന് ഞാൻ കൂടെ ആയതാണ്. അങ്ങനെ ഈ കുടുംബത്തെ ഒരംഗമായി. അപ്പോഴേക്കും ജ്യോതി പറഞ്ഞു, ഞാൻ ഇളയ മോളാണ്, എൻ്റെ പേര് ജ്യോതി എന്ന് ജ്യോതി സ്വയം പരിചയപ്പെടുത്തി. അപ്പോഴേക്കും അമ്മ എവിടെയെന്ന് ചോദിച്ചതും അമ്മ അകത്തുണ്ട് എന്ന് ജ്യോതി മറുപടി നൽകി. ഉടനെ ശരവണൻ രാകേഷിനെ നോക്കിയിട്ട് പറഞ്ഞു, സാറ് ரொம்ப നന്നായിരിക്ക്, സുന്ദരനായിട്ടിരിക്കുന്നു. എന്തായാലും നിങ്ങൾ 2 പേരും നല്ല ജോഡിയാണ് എന്നൊക്കെ ശരവണൻ കമന്റ് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ നിത്യയുടെ അരികിലെത്തിയ സുജാത നിത്യയോട് പറഞ്ഞു, മോളെ, അവർ നല്ല കുടുംബമാണെന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മുടെ പാലക്കാടുള്ള അമ്മാവൻ പറഞ്ഞ ഒരു ബന്ധമാണ്. അവർക്ക് കുടുംബത്തെ അറിയാം. എന്തായാലും നല്ല കുടുംബമാണെന്ന് പറഞ്ഞു കേട്ടു. ഇനിയെല്ലാം നമുക്ക് നേരിൽ കണ്ട് സംസാരിക്കാം മോളെ എന്ന് പറഞ്ഞ് നീ വേഗം വാ എന്ന് പറഞ്ഞിട്ട് സുജാത അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ സുജാതയെ നിത്യ പിടിച്ചു നിർത്തുന്നു. അമ്മേ എന്ന് വിളിച്ചതും സുജാത നിത്യയെ നോക്കി. മോളെ, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് സുജാത നിത്യയെ സമാധാനപ്പെടുത്തി വേഗം പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ചെറുക്കനും വീട്ടുകാരും വന്നിരിക്കുന്നത് കണ്ടു. സുജാതയെ കണ്ടതോടെ എല്ലാവരും പരസ്പരം വിവരങ്ങളൊക്കെ ചോദിച്ചു. ഉടൻ തന്നെ സുജാത വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് രാകേഷിനെ കുറിച്ച് അവർ അച്ഛനമ്മമാർ പറഞ്ഞത്. അതെ, ഞങ്ങൾക്ക് ഒറ്റയൊരു മോനാ. അവൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ഇവന് ഓരോ ലീവിന് വരുമ്പോഴും ഞങ്ങൾ പല പെൺകുട്ടികളെയും പോയി കാണിക്കാറുണ്ടായിരുന്നു. പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ആരെയും തന്നെ അവനങ്ങ് ബോധിച്ചിട്ടില്ല. പിന്നെ ഈ ബിസിനസ് സംബന്ധമായിട്ടുള്ള ബിസിനസ് ആയതുകൊണ്ട് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് ഇവരെ തയ്യാറായി കഴിഞ്ഞാൽ അടിക്കടി ഇവർക്ക് ഫോൺ കോൾ വരാറുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ പലപ്പോഴും ഇവനെ വഴക്ക് പറയാറുമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാകേഷ് പറഞ്ഞു,
അതെ, ഒരു ബിസിനസ്സുകാരൻ്റെ കാര്യം അതുപോലെ എപ്പോഴും തിരക്ക് പിടിച്ചൊരു ലോകത്തായിരിക്കും. അത് എല്ലാ ആൻറ്റിക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം പെട്ടെന്ന് രാകേഷിനൊരു ഫോൺ കോൾ വന്നു. അച്ഛാ ഞാൻ എനിക്ക് കോള് വരുന്നു, അത്യാവശ്യമാണ് അച്ഛാ എന്ന് പറഞ്ഞതും രാകേഷിനോട് അച്ഛൻ ചോദിച്ചു, എടാ മോനെ ഇപ്പം ഇത് അറ്റൻഡ് ചെയ്യണോ, ഇത് കഴിഞ്ഞിട്ട് പോരെ എന്ന് ചോദിച്ചതും രാകേഷ് പറഞ്ഞു, അച്ഛാ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോളാണ്, എനിക്ക് അറ്റൻഡ് ചെയ്തേ പറ്റൂ, സോറി എന്ന് പറഞ്ഞ് എല്ലാവരോടും സോറി പറഞ്ഞിട്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോളാണ്, ഞാൻ ഇപ്പോൾ തന്നെ അറ്റൻഡ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഫോണുമായിട്ട് രാകേഷ് പുറത്തേക്ക് ഇറങ്ങി. ഇത് കണ്ടതോടെ രാകേഷിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു, അവൻ്റെ ജോലി തിരക്ക് അങ്ങനെയാണ്, പലപ്പോഴും അവൻ നാട്ടിൽ വരുമ്പോഴും ഇത് തന്നെയാണ് അവൻ്റെ അവസ്ഥ. എന്തായാലും അവൻ പറയുന്നത് വിവാഹം കഴിഞ്ഞ് പെൺകുട്ടിയെയും കൊണ്ട് പോകുന്നത് തന്നെയാണ് അവൻ്റെ തീരുമാനം. അത് കേട്ട ഉടനെ തന്നെ ശരി, ഞങ്ങളും അതിനോട് എതിർപ്പൊന്നും പറയുന്നില്ല എന്ന് അവർ പറയുമ്പോൾ ജ്യോതിയെ നോക്കി സുജാത നിത്യയെ വിളിക്കാനായി പറഞ്ഞു. ശരി അമ്മയെന്ന് പറഞ്ഞ് ജ്യോതി നിത്യയെ വിളിക്കാനായി പോകുന്നു. ഉടനെ നിത്യയെ കൂട്ടിക്കൊണ്ട് ജ്യോതി വരുമ്പോഴേക്കും രാകേഷിൻ്റെ അച്ഛനമ്മമാർ പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ ഡിമാൻഡൊന്നുമില്ല, അവന് ആഗ്രഹം ഈ വിവാഹം എത്രയും വേഗം നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ, അവൻ കൂടെ പെൺകുട്ടിയെ കൊണ്ടുപോകണമെന്നും പറഞ്ഞു. അപ്പോഴേക്കും ശരവണൻ പറഞ്ഞു, അതെന്തായാലും നല്ല കാര്യം, അങ്ങനെ തന്നെ വേണം എന്ന് ശരവണൻ പറഞ്ഞത് കേട്ട് രാകേഷിൻ്റെ അച്ഛനമ്മമാരെ നോക്കി. ഉടനെ രാകേഷ് പറഞ്ഞു, അല്ല അതെന്തായാലും നല്ലത് തന്നെയാണല്ലോ, അങ്ങനെയാണല്ലോ വേണ്ടത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് ശരവണൻ അറിയിച്ചതും പെട്ടെന്ന് തന്നെ നിത്യയും വിളിച്ചുകൊണ്ട് ജ്യോതി അവിടേക്ക് എത്തുന്നു. ഈ സമയത്ത് ഹരി തൻ്റെ വീടിൻ്റെ പൂജാമുറിക്കരികിൽ വന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഈശ്വര, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ, ഒരാളെ മാത്രമേ ഞാൻ ഇത്രത്തോളം സ്നേഹിച്ചിട്ടുള്ളൂ, അയാളെ എനിക്ക് കൈവിട്ടു പോകരുതേ എന്ന് ഹരി കണ്ണീരോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് നിത്യ രാകേഷിൻ്റെ അച്ഛനമ്മമാർക്ക് ചായയുമായിട്ട് എത്തിയത്. അവർക്ക് ചായ കൊടുത്തതിന് ശേഷം രാകേഷിനുള്ള ചായ ആ ടീപ്പോയിലേക്ക് വെച്ചിട്ട് നിത്യ അവിടുന്ന് മാറി നിന്നു. നിത്യയെ കണ്ടതോടെ അവർക്ക് വലിയ സന്തോഷമായി. കൊള്ളാം, ഞങ്ങൾക്ക് മോളെ ഇഷ്ടപ്പെട്ടു എന്ന് രാകേഷിൻ്റെ അമ്മ പറഞ്ഞു. ഞങ്ങൾ ഇത്രയും നാളും പല പെൺകുട്ടികളെയും പോയി കണ്ടുവെങ്കിലും അവരെല്ലാം മോഡേൺ കുട്ടികളായിരുന്നു. അതൊക്കെ അവനും ഇഷ്ടമുള്ളതായിരുന്നില്ല. രാകേഷ് വലിയ ഓസ്ട്രേലിയക്ക് ജോലി ചെയ്യുന്നെങ്കിലും അവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൻപുറത്തുകാരിയാണ്. ഇപ്പോൾ നിത്യയെ കണ്ടാൽ എന്തായാലും എൻ്റെ മോൻ ഇഷ്ടമാവും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് രാകേഷിൻ്റെ അമ്മ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും നിത്യ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഉടനെ രാകേഷിൻ്റെ അമ്മ ചോദിച്ചു, അത് ശരി, തൻ്റെ ഈ സംസാരം കേട്ട് കഴിഞ്ഞാൽ തനിക്കങ്ങ് പെൺകുട്ടിയെ അങ്ങ് വളരെയേറെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ എന്ന് ചോദിച്ചതും അവർ ചോദിച്ചു, അതെന്താ എനിക്ക് മാത്രം ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചതും എനിക്ക് എപ്പോഴേ ഇഷ്ടമായി എന്ന് രാകേഷിൻ്റെ അച്ഛൻ പറഞ്ഞു. അപ്പോഴാണ് ഭഗവാന്റെ മുന്നിൽ വീണ്ടും ഹരി പ്രാർത്ഥനയോടെ നിൽക്കുന്നത്. ഹരിയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ അങ്ങനെ നിൽക്കുമ്പോൾ ആദ്യം പെട്ടെന്ന് അമ്മേ എന്ന് വിളിച്ചു. അമ്മേ, ഞാൻ അകത്തേക്ക് പോയിക്കോട്ടെ എന്ന് നിത്യയോട് ആദ്യം ചോദിച്ചത് കേട്ട് രാകേഷിൻ്റെ അച്ഛനമ്മമാർക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ടായി. അവർ ചോദിച്ചു, അല്ല ഇതേതാ ഈ കുട്ടി? ഉടനെ തന്നെ രണ്ടുപേരുടെയും സംശയം തീർക്കാനായി സുജാത പറഞ്ഞു, അത് പിന്നെ എൻ്റെ മൂത്ത മകൻ്റെ കുട്ടിയാ, നിത്യയാണ് മോനെ വളർത്തിയത്, നിത്യയാണ് അവൻ്റെ എല്ലാം, അതാണ് അവൻ നിത്യയോട് അങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും രാകേഷിൻ്റെ അമ്മ ചോദിച്ചു, എന്നിട്ട് അവരെവിടെ, അച്ഛനും അമ്മയും, ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും എവിടെ എന്ന് ചോദിച്ചപ്പോൾ സുജാത പറഞ്ഞു, അവർ മരിച്ചുപോയി, അതിനുശേഷം ഇവനെ നിത്യയാണ് നോക്കുന്നത്, അതുകൊണ്ടാണ് അവൻ അങ്ങനെയെല്ലാം സംസാരിച്ചത്, നിത്യയോട് വല്ലാത്ത സ്നേഹമാണ് എന്ന് പറഞ്ഞപ്പോൾ രാകേഷിൻ്റെ അമ്മ ചോദിച്ചു, അത് ശരി, അപ്പോൾ നിത്യയെ അങ്കിള് വിവാഹം കഴിച്ച് കഴിയുമ്പോൾ നിത്യയെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോകുമല്ലോ, അപ്പോൾ പിന്നെ മോൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചതും നിത്യ പറഞ്ഞു, അത് ആദ്യം എൻ്റെ കൂടെ ഉണ്ടാവും. അത് കേട്ടതും അവർ ഞെട്ടി. ആദ്യം എൻ്റെ കൂടെ ഉണ്ടാവും, ആദ്യം ഇവിടെ വിട്ടിട്ട് പോരാൻ പറ്റില്ല, ആദ്യം എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അത് കേട്ടതും സുജാത ആകെ ഞെട്ടലോട് ചോദിച്ചു, മോളെ നീ എന്തൊക്കെയാ പറയുന്നത്, ആദ്യം മോനും കൂടെ കൊണ്ടുപോകാനോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ സുജാതയുടെ ആശങ്കയുള്ള ചോദ്യം കേട്ട് നിത്യ നോക്കി. ഉടനെ സുജാത പറഞ്ഞു, അതെ, അവളൊരു അബദ്ധം പറഞ്ഞതാ, ഒന്നും ആലോചിക്കാതെ പറഞ്ഞതാ എന്ന് പറഞ്ഞതും നിത്യ പറഞ്ഞു, അല്ലമ്മേ, ഞാൻ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്, ആദ്യം ഇവിടെ തന്നെ ചാക്കില്ല, ഞാൻ എവിടെ പോയാലും ആദ്യം എൻ്റെ ഒപ്പം ഉണ്ടാകും. ആ ഒരു തീരുമാനം നിത്യ പറയുന്നത് കേട്ട് എല്ലാവരും ആകെ ടെൻഷനോടെ പരസ്പരം നോക്കി. അപ്പോഴേക്കും ശരവണൻ ചോദിച്ചു, എന്നാ അമ്മ ഇത് എന്നിങ്ങനെ ചോദിച്ചതും ആർക്കും മറുപടി കൊടുക്കാനാകാതെ നിത്യ അങ്ങനെ നോക്കി. അപ്പോഴേക്കും രാകേഷിൻ്റെ അമ്മ പറഞ്ഞു, സോറി, ഞങ്ങൾക്ക് പെൺകുട്ടിയെ ഇഷ്ടമായി എന്ന സത്യം തന്നെയാണ്, പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധത്തിന്
ഇങ്ങനൊരു കുട്ടിയേം കൂടെ കൂട്ടണമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സാധ്യമല്ല. ഉടനെ രാകേഷിന്റെ അമ്മ പറഞ്ഞു, കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് സ്ത്രീധനം പോലും ചോദിക്കണ്ടെന്ന് കരുതി തന്നെയാ ഞങ്ങൾ ഇരുന്നത്. പക്ഷേ കൂടെ ഈ കുട്ടിയെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അത് മാത്രം നടക്കില്ല. ഞങ്ങൾക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. ഈ കുട്ടിയെ എന്ത് പറഞ്ഞാ രാകേഷ് വളർത്തുക എന്ന് ചോദിച്ചു. അത് കേട്ടതും സുജാത ആകെ ടെൻഷനിലായി. നിത്യയെ ആദ്യം നോക്കുമ്പോൾ നിത്യ മറ്റൊന്നും മിണ്ടാതെ എല്ലാവരും നോക്കി. ഉടനെ രാകേഷിന്റെ അച്ഛൻ പറഞ്ഞു, ലതേ നമുക്ക് പോയേക്കാം. അങ്ങനെ പറഞ്ഞ് അവരെഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ സുജാത പറഞ്ഞു, ഒന്നിരിക്കണേ, ഞാനിവിടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞതും ഉടനെ രാകേഷിന്റെ അച്ഛൻ പറഞ്ഞു, ഏയ് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. ഇനി എന്തൊക്കെ സംസാരിച്ചാലും ആ സംസാരം എവിടെ വരെ പോകുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുക എന്ന് പറഞ്ഞതും സുജാത പറഞ്ഞ്, ഒരു നിമിഷം ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അപ്പോഴേക്കും രാകേഷ് പറഞ്ഞു, സുജാത ഇനി കൂടുതലൊന്നും പറയാനില്ല. സുജാതയ്ക്ക് ഒരു മകനുണ്ടെങ്കിൽ അവൻ മകന്റെ വിവാഹത്തിന് പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ ഒരു കുട്ടിയെ കൂടെ കൂട്ടുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സുജാത ചിന്തിക്കുക? ഞങ്ങൾക്ക് ആകെ ഒരു മോനേ ഉള്ളൂ അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് രാകേഷിന്റെ അച്ഛനും അമ്മയും അവിടെ നിന്ന് ഇറങ്ങുന്നു. സുജാത ആകെ ടെൻഷനിലായി. ഉടനെ സുജാത നിത്യയുടെ നേരെ നോക്കി. മോളെ, നീ എന്തൊക്കെയാ ഈ സംസാരിച്ചത്? നീ എന്താ ഈ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് സുജാത നിത്യയുടെ നേരെ ദേഷ്യപ്പെടുമ്പോൾ നിത്യ ചോദിച്ചു, അമ്മേ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെ ആദിമോനെ നിർത്തണമെന്നാണോ? ആദിമോനെ ഇവിടെ ആക്കിയിട്ട് ഞാൻ തനിച്ച് പോകണമെന്നാണോ പറയുന്നത്? അങ്ങനെ ആദിമോനെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അമ്മ എങ്ങനെ ജ്യോതിയുടെ വിവാഹം നടത്തും? അത് പറ, അതിനുള്ള മറുപടി താ എന്ന് പറഞ്ഞിട്ട് നിത്യ കാര്യങ്ങൾ അന്വേഷിച്ചു. ആദിമോനെ എൻ്റെ കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജ്യോതിയുടെ വിവാഹം നടത്തുന്നത്? അത് പറയാമേ എന്നിങ്ങനെ ചോദിച്ചതും ആകെ വിഷമത്തിലായി സുജാത. മറുപടിയില്ലാതെ അങ്ങനെ നിൽക്കുമ്പോൾ ഹരി തൻ്റെ മനമൊരുകിയുള്ള പ്രാർത്ഥന ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് അവിടെ നിന്ന് മടങ്ങി. പുറത്തു നിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് രാകേഷ് നിൽക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ അച്ഛനും അമ്മയും പറഞ്ഞു, വേടാ നമുക്ക് പോകാം. ഉടനെ രാകേഷ് ചോദിച്ചു, എന്താ എന്താ കാര്യം? സത്യത്തിൽ നീ പെൺകുട്ടിയെ കാണാതിരുന്ന എന്തുകൊണ്ട് നന്നായി. ഈ വിവാഹം നടക്കില്ല. അവർ നമുക്ക് ചേരുന്ന ആളല്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും രാകേഷ് ചോദിച്ചു, ചേരുന്ന ആളല്ലെന്നോ? കാര്യം എന്താന്ന് പറയച്ചാ? ഉടനെ രാകേഷിന്റെ അച്ഛൻ പറഞ്ഞു, വിവാഹം കഴിഞ്ഞ് ആ പെൺകുട്ടി ഒരു കുട്ടിയും കൂടെ നിന്റെ ഒപ്പം കൊണ്ടുവന്നാൽ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചതും, കുട്ടിയോ? അങ്ങനെ ഒരു കാര്യം അവർ പറഞ്ഞില്ലല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ എന്താ സംഭവം എന്ന് പറഞ്ഞു രാകേഷ് വേഗം താഴേക്ക് ഇറങ്ങി പോകുന്നു. സുജാതയും മറ്റെല്ലാവരോട് സംസാരിച്ചു നിൽക്കുമ്പോൾ രാകേഷ് വേഗം നിത്യയുടെ അരികിലേക്ക് എത്തി. അവിടെ ആദ്യം വിളിച്ചുകൊണ്ട് നിൽക്കുന്ന നിത്യയെ കണ്ട് രാകേഷ് കുറച്ചു നേരം നിത്യ അങ്ങനെ നോക്കുന്നു. ഇത് കണ്ടതോടെ സുജാത അരികിലേക്ക് വന്ന് ചോദിച്ചു, എന്താ മോനെ, എന്താ? അച്ഛനും അമ്മയും പറഞ്ഞു ഈ വിവാഹം നടക്കില്ല എന്ന്. അതിന്റെ കാരണം എന്താന്ന് ചോദിക്കാനായിട്ട് വന്നതാ ഞാൻ. ഇപ്പോ എനിക്കെല്ലാം മനസ്സിലായി. ഇനി ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, നിങ്ങളൊക്കെ മനുഷ്യരാണോ? നിങ്ങളൊക്കെ എന്താ ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചതും സുജാത ആകെ ഞെട്ടലിലായി. അങ്ങനെ ഒരു ചോദ്യം രാകേഷിന്റെ ഭാഗത്തുനിന്നുണ്ടായത് കണ്ട് ഞെട്ടലോടെ സുജാതയും ജ്യോതിയും എല്ലാവരും അതിശയത്തോടെ നോക്കിയിരുന്നു. വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങിയ രാകേഷ് തന്റെ ഫോൺ കയ്യിലെടുത്തു. എന്നിട്ട് ഉടൻ തന്നെ രാകേഷ് ജീവന്റെ ഫോണിലേക്ക് വിളിച്ചു. ജീവൻ കോൾ എടുക്കുമ്പോൾ രാകേഷ് പറഞ്ഞു, എടാ ഞാനാ രാകേഷ്. നിനക്കെന്നെ മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഓ രാകേഷ് പറയടാ, എന്താ നീ വിളിച്ചത് എന്ന് ജീവൻ ചോദിച്ചതും രാകേഷ് ചോദിച്ചു, എടാ നിന്റെ ഭാര്യയ്ക്ക് എന്ത് പറ്റുന്ന നീ പറഞ്ഞത്? അപ്പോഴേക്കും ജീവൻ പറഞ്ഞു, അവൾ മരിച്ചു പോയെന്ന്. എന്താ എന്ന് ചോദിച്ചതും, എന്നാ നിന്റെ ഭാര്യ മരിച്ചിട്ടില്ലടാ, അവൾ ജീവനോടെ തന്നെയുണ്ട്. അക്കാര്യം നിന്റെ അമ്മയ്ക്കും അറിയാം. എന്നാ ഞാൻ പിന്നീട് വിളിക്കാവടാ എന്ന് പറഞ്ഞ് രാകേഷ് വേഗം ഫോൺ വിളിച്ചു. ജീവൻ ആകെ ഞെട്ടലോടെ ആ വാർത്ത കേട്ട് ആകെ അന്തിച്ചങ്ങനെ നിൽക്കുമ്പോൾ, അപ്പോൾ അമ്മ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? അമ്മ എന്തെല്ലാമോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ യഥാർത്ഥ സത്യം? അമ്മ എന്തിനാണ് എൻ്റെ അരികിൽ നിന്ന് സത്യങ്ങൾ മറച്ചത്? എന്തായാലും ഞാൻ കണ്ടെത്തും. അത് അമ്മയിലൂടെ തന്നെ അതിന്റെ സത്യാവസ്ഥ ഞാൻ കണ്ടെത്തും എന്ന് ജീവൻ മനസ്സിലുറപ്പിച്ചു. പിന്നീട് സുജാത ഹോസ്റ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുജാതയുടെ ഫോണിലേക്ക് ജീവൻ വിളിക്കുന്നു. കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ ജീവൻ സുജാതയോട് ചോദിച്ചു, അമ്മേ, എനിക്ക് അമ്മയെ ഒന്ന് കാണണം. അമ്മ എവിടെയാ എന്ന് ചോദിച്ചപ്പോൾ സുജാത പറഞ്ഞു, ഞാൻ ജോലി തിരക്കിലാ മോനെ, എന്താ കാര്യം എന്ന് ചോദിച്ചതും വീണ്ടും സുജാതയോട് ജീവൻ പറഞ്ഞു, അമ്മേ, എനിക്ക് എൻ്റെ ഭാര്യയുടെ ഫോട്ടോ എന്ന് കാണണം. അവളുടെ ഫോട്ടോ, എനിക്ക് ആ മുഖം എൻ്റെ മനസ്സിലുണ്ടോ എന്ന് അറിയാനാ എന്ന് പറഞ്ഞതും സുജാത പറഞ്ഞു, അതിന് ഫോട്ടോ ഒന്നും ഇല്ല മോനെ എന്ന് പറഞ്ഞപ്പോൾ ജീവൻ പറഞ്ഞു, അമ്മേ, ഉടനെ വേണ്ട, അമ്മ പതിയെ കണ്ടെത്തി തന്നാൽ മതി. എന്തായാലും എനിക്ക് അവളുടെ മുഖം ഒന്ന് കാണണം. എൻ്റെ ഭാര്യയായി ജീവിച്ചവളല്ലേ എന്ന് പറഞ്ഞതും സുജാത ചോദിച്ചു, അയ്യോ മോനെ, ഫോട്ടോ അത് പിന്നെ എന്നെല്ലാം വല്ലാത്ത ടെൻഷനോടെ സുജാത പറയുമ്പോൾ ജീവൻ പറഞ്ഞു, സാരയില്ല, അമ്മ ഫോൺ വെച്ചു.
ഫോട്ടോ എനിക്ക് എങ്ങനെയെങ്കിലും അമ്മ സംഘടിപ്പിച്ച് തന്നാൽ മതി എന്ന് പറയുമ്പോൾ സുജാത പറയുന്നത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ ജീവൻ ഫോൺ കട്ട് ചെയ്തു. സുജാത ആകെ ടെൻഷനിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തോടെ സുജാത നിൽക്കുമ്പോൾ ജീവൻ പറഞ്ഞു, അമ്മേ, നിങ്ങൾ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട്. അതെന്താണെങ്കിലും ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും, തീർച്ച എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവൻ നിന്നു. അതിനുശേഷം സുജാതയുടെ അരികിലേക്ക് ജീവൻ ഫോട്ടോ വാങ്ങിക്കുവാനായി എത്തുന്നു. വീട്ടിലേക്ക് ജീവൻ എത്തുന്ന നേരത്ത് അവിടെ സുജാത ജീവന്റെ കണ്ണിൽ പെടാതെ നിത്യയെ മാറ്റി നിർത്തി. ജീവൻ അവിടേക്ക് വന്നു എന്നറിഞ്ഞ ഉടൻ തന്നെ ജീവന്റെ കണ്ണിൽ നിന്ന് പെടാതെ നിത്യയെ ജ്യോതിയും ശരവണ്ണനും ചേർന്ന് ആ വീട്ടിൽ നിന്ന് മാറ്റിയും ഹരിയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. ഇതേ സമയം എന്താ കാര്യം എന്നറിയാതെ നിത്യ ഹരിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഹരിയുടെ വീട്ടിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കല്യാണി പത്മ ടീച്ചറെ കണ്ട് വലിയ സന്തോഷത്തിലായി. ആദ്യം മോനും പത്മ ടീച്ചറെ കൂടെ കൂട്ടി ഹരിയുടെ വീട്ടിലിരുന്ന് കളിക്കുന്നു. ഹരിയും അപ്പോൾ ആ കാഴ്ച കണ്ട് അവരുടെ കൂടെ കൂടുന്നു. ഇതേ സമയം ജീവൻ വീട്ടിലെത്തി തൻ്റെ ഭാര്യയുടെ ഫോട്ടോ സുജാതയോട് ചോദിച്ചു. ഫോട്ടോയൊന്നും കയ്യിലില്ല എന്നും അവൾ മരണപ്പെട്ടതിന് ശേഷം അവളുടെ ഓർമ്മകളൊന്നും തന്നെ സൂക്ഷിക്കുന്നില്ല എന്നും സുജാത ജീവനോട് കളവ് പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം ജീവൻ പറഞ്ഞു, എനിക്കറിയാം, നിങ്ങൾ മനഃപൂർവ്വം എന്നിൽ നിന്ന് പലതും മറച്ചു വയ്ക്കുകയാണെന്ന്. അല്ല, ഇവിടെ താമസിച്ചിരുന്ന പത്മ ടീച്ചർ എവിടെ? ആദിമോൻ്റെ അമ്മയും എവിടെ എന്ന് അന്വേഷിച്ചു. അത് കേട്ടതും സുജാത പറഞ്ഞു, അവര് പുറത്തു പോയിരിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോഴേ എത്തുള്ളൂ, ഷോപ്പിങ്ങിനോ മറ്റോ ആണെന്ന് പറഞ്ഞ് പോയതാണ് എന്ന് സുജാത അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ജീവൻ പറഞ്ഞു, എന്തായാലും എനിക്ക് ആ ടീച്ചറിനെ ഒന്ന് കാണണം, ഇന്ന് ആ ടീച്ചറിനെ കാണാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞ് ജീവൻ അവിടെ കയറിയിരിക്കുമ്പോൾ സുജാത വീണ്ടും ആകെ ടെൻഷനിലായി. എങ്ങനെ ഇവിടെ നിന്ന് ജീവനെ ഒന്ന് പറഞ്ഞയക്കുക? നിത്യമോളെ കണ്ടാൽ അതോടെ എല്ലാം തകരും. ഇനിയിപ്പോൾ എന്താ ഒരു പോംവഴി എന്നെല്ലാം ആലോചിച്ച് സുജാത തലപോയിച്ചു. അപ്പോഴാണ് ഹരിയുടെയും നിത്യയുടെയും കൂടെ അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് രണ്ടുപേരെയും ഒരുമിച്ചുള്ള അവരുടെ കൂടെ കൂടിയുള്ള കളികളൊക്കെ കണ്ടപ്പോൾ കുട്ടികളുടെ മനസ്സിൽ അവർ രണ്ടുപേരും അവരുടെ അച്ഛനമ്മമാരായിരുന്നുവെങ്കിൽ എന്നൊരു മോഹം ആദിയുടെയും കല്യാണിയുടെയും മനസ്സിലേക്ക് ഓടിയെത്തി. അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അതിനുശേഷം ജീവനെ ഒരു വിധത്തിൽ സുജാത പറഞ്ഞയക്കാൻ ശ്രമിക്കുമ്പോൾ ജീവന്റെ ഫോണിലേക്ക് കമ്പനിയിൽ നിന്ന് കോൾ വന്നു. ഉടനെ തന്നെ ഒരു പ്രോഡക്റ്റുമായി ഒരു കസ്റ്റമർക്ക് അരികിലേക്ക് എത്തണമെന്നുള്ള കമ്പനിയിൽ നിന്നുള്ള അറിയിപ്പ് കേട്ട് ജീവൻ പതിയെ അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും ഞാൻ ഉടനെ തന്നെ എത്തുമെന്നും ഇനി ടീച്ചറും കുട്ടിയും എത്തിയാൽ അവരെ എങ്ങും പോകാൻ അനുവദിക്കരുതെന്നും ഇന്ന് തന്നെ താൻ വരുമെന്നും ജ്യോതിയോടും ശരവണ്ണനോടും സുജാതയോടും ജീവൻ പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാനായി അവിടെ നിന്ന് ജീവൻ മടങ്ങി. ആ സമയം സുജാതയുടെ അരികിലേക്ക് ജ്യോതിയും ആദിമോനും എത്തുന്നു. ആദിമോനും നിത്യയും ആദിമോനും കൂടി സുജാതയ്ക്ക് അരികിലേക്ക് എത്തി. പിന്നീട് കുട്ടികൾ കളിയെല്ലാം കഴിഞ്ഞ് തനിച്ചിരിക്കുന്ന നേരത്ത് ആദിയുടെ അരികിലേക്ക് എത്തിയ കല്യാണി പറഞ്ഞു, എടാ ആദി, രണ്ട് കുട്ടികൾ അവരുടെ അച്ഛനമ്മമാരെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നാട് വിട്ടുവെന്ന്. അങ്ങനെ നമുക്കും ചെയ്താലോ, നമ്മുടെ അച്ഛനെയും അമ്മയെ ഒന്നിപ്പിക്കാൻ എന്ന് കല്യാണി ചോദിച്ചു. അത് കേട്ടതും ആദി പറഞ്ഞു, അങ്ങനെ ചെയ്യാനായിട്ട് ഒരു പോംവഴിയുള്ളൂ. നമ്മളെങ്ങനെയാ നാട് വിട്ടു പോകുന്നത്? അതിന് നമ്മുടെ പണം വേണ്ടേ എന്ന് ചോദിച്ച് അവർ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ പണവുമായി അവിടേക്ക് വീണയെത്തി. പണം ഞാൻ തരാം എന്ന് പറഞ്ഞ് വീണ അവരുടെ കയ്യിലേക്ക് നോട്ടുകൾ നൽകി. എന്താ, ഇത് മതിയോ എന്ന് കുട്ടികളോട് ചോദിച്ചു. അങ്ങനെ കല്യാണിയുടെ കയ്യിലേക്ക് 500-ന്റെ കുറച്ച് നോട്ടുകൾ വെച്ച് കൊടുത്തു. ആ നോട്ടുകൾ കണ്ടതും എന്നാൽ ഇനി നമുക്ക് പോകാമെന്ന് അവർ തീരുമാനിച്ചു. ഞങ്ങൾ പോകുന്ന കാര്യം ഒരു കാരണവശാലും ആരോടും പറയരുതെന്നും ആരും അറിയരുതെന്നും അവർ ഓർമ്മിപ്പിച്ചു. പിന്നീട് കുട്ടികൾ പോയി കഴിയുമ്പോൾ കുട്ടികളെ അവിടെ എല്ലായിടത്തും പരതി. എങ്ങും തന്നെ കുട്ടികളെ കാണാൻ കഴിയാത്തതിൽ ആകെ നിരാശയായി. അപ്പോഴാണ് വീണ പറഞ്ഞത്, അവർ നാട് വിട്ടു പോവാണെന്നാണ് പറഞ്ഞത്, അവർക്ക് നിങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കണമെന്ന്. ഇത് കേട്ടതും സുജാത ആകെ ടെൻഷനിലായി. ആദിമോൻ ഒരു ലെറ്റർ അവിടെ എഴുതി വെച്ചിരുന്നത് സുജാത കാണുന്നു. ഇനിയും ഞാനും കല്യാണിയും ഈ നാട്ടിൽ നിന്ന് പോവാ, ഞങ്ങളുടെ അച്ഛനും അമ്മയും വിവാഹിതരാകാമെന്ന് അവർ രണ്ടുപേരും വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞാൽ മാത്രമേ, രണ്ടുപേരുടെയും വിവാഹം നടത്തുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ മടങ്ങി വരൂ. ഞങ്ങളുടെ അച്ഛനെയും അമ്മയും ഒന്നിപ്പിക്കണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വരാം എന്ന് ഒരു ലെറ്റർ എഴുതിയിരിക്കുന്നു. ഇത് കണ്ടതോടെ സുജാതയ്ക്കായ ടെൻഷനായി. ഉടനെ ആദിമോനെയും കല്യാണിക്കുട്ടിയും അന്വേഷിച്ച് തളർന്ന ഹരിയുടെയും നിത്യയുടെയും അരികിലേക്ക് എത്തി സുജാത പറഞ്ഞു, നിങ്ങൾ വിവാഹിതരായാൽ മാത്രമേ കുട്ടികൾ മടങ്ങി വരൂ എന്നാണ് ആദിമോൻ എഴുതിയിരിക്കുന്നത്.
അത് കേട്ടതോടെ ഹരിയും നിത്യയും ഞെട്ടുന്നു. അവസാനം നിത്യ ഹരിയോട് പറഞ്ഞു, ഹരി, ഇനി ഒറ്റയൊരു പോംവഴി മാത്രമേ ഉള്ളൂ. കുട്ടികളാണ്, അവരുടെ മനസ്സ് തകർക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യം അംഗീകരിക്കുന്നത് പോലെ നമുക്ക് വിവാഹിതരാകാം. അവരുടെ കണ്ണിൽ മാത്രം ഞാനും ആ ഹരിയും വിവാഹിതരാകുന്നുവെന്ന് അവരെ ധരിപ്പിക്കാം. അതല്ലേ നല്ലത്? നമുക്കിടയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്, നമ്മൾ മാത്രം അറിയുന്ന ഒരു നാടകം. ഹരിക്കും മറ്റൊരു വിവാഹത്തിന് താല്പര്യമില്ല, എനിക്കുമില്ല. ആ നിലയ്ക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു നാടകത്തിനായി തയ്യാറെടുത്താൽ അത് നമ്മുടെ കുട്ടികളുടെ സന്തോഷവും അതോടൊപ്പം നമ്മുടെ ഇരു കുടുംബക്കാരുടെയും സന്തോഷമായി മാറും. ഹരി അതിന് തയ്യാറാണോ? എന്നെ അങ്ങനെ ഒന്ന് സഹായിച്ചൂടെ എന്ന് നിത്യ ചോദിച്ചു. ഹരി ഇതിന് ആയില്ല എങ്കിൽ അമ്മ ഉടനെ തന്നെ മറ്റൊരു വിവാഹത്തിന് എന്നെ നിർബന്ധിക്കും. അങ്ങനെ മറ്റാരെയെങ്കിലും എനിക്ക് വിവാഹം കഴിക്കേണ്ടിയും വരും. ഹരിയാണെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം ഹരിയെ ഉൾക്കൊള്ളുകയും ഹരിക്ക് എന്നെ മനസ്സിലാക്കാനും കഴിയുമല്ലോ. എന്താ ഹരിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിത്യ ഹരിയോട് അന്വേഷിച്ചു. ശരി, അങ്ങനെയെങ്കിൽ താൻ അതിനെ കൂട്ടു നിൽക്കാമെന്ന് ഹരി മനസ്സോടെ സമ്മതിച്ചു. എങ്കിലും തൻ്റെ ഭാര്യയായി നിത്യ തൻ്റെ അരികിലേക്ക് തന്നെ എത്തുമെന്നുള്ള വിശ്വാസം ഹരിയുടെ മനസ്സിനെ ധൈര്യം നൽകി. അങ്ങനെ ഹരി നിത്യ ആവശ്യപ്പെട്ടതുപോലെ ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കാമെന്ന് അവർ പരസ്പരം തീരുമാനിക്കുന്നു. പിന്നീട് ഇരുവരുടെയും വിവാഹം ഉറപ്പിക്കുകയും അടുത്ത ദിവസം തന്നെ ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട് നടത്താൻ തീരുമാനിച്ചു. ഹരിയും നിത്യയും വിവാഹ വസ്ത്രമണിഞ്ഞ് ക്ഷേത്രസന്നിധിയിലേക്ക് എത്തുന്നു. വിവാഹത്തിനായി തയ്യാറെടുപ്പുകൾ നടത്തി വലിയ സന്തോഷത്തിൽ നിൽക്കുകയാണ് ഇരു കുടുംബവും. അമ്മാവനും സുജാതയുമൊക്കെ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നു. വിവാഹത്തിനായി തയ്യാറെടുപ്പുകളെല്ലാം നടത്തി അവസാനം ഹരിയുടെ കൈകളിലേക്ക് അമ്മാവൻ താലിമാല എടുത്തു കൊടുത്തു. ആ താലി നിത്യയുടെ കഴുത്തിൽ ഹരി ചാർത്തുമ്പോൾ ഹരിയുടെ കണ്ണുകളിൽ വല്ലാത്ത വേദന അനുഭവന്നു. കണ്ണുകളിൽ വേദനയും നിരാശയും എല്ലാം ആ കണ്ണിൽ തളം കെട്ടി നിന്നു. നിത്യയും അതേപോലെ തന്നെ വല്ലാത്തൊരു വിഷമത്തോടെ ഹരിയെ നോക്കി. വിവാഹത്തിന് ശേഷം, താലി കിട്ടിയതിന് ശേഷം അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിയും പോലെ മാറി നിൽക്കുമ്പോൾ നിത്യയോട് ഹരി പറഞ്ഞു, ഇനി ഒരിക്കലും ഈ കഴുത്തിൽ നിന്ന് അത് അഴിച്ചു മാറ്റരുതേ എന്ന പ്രാർത്ഥനയാണ് എനിക്ക്. ഞാൻ ഇത്രത്തോളം സ്നേഹിച്ച, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ ഞാൻ സ്നേഹിച്ചിട്ടുള്ള മറ്റൊരാളുണ്ടാവില്ല എന്ന് ഹരി പറഞ്ഞു. ഞാൻ അത്രമേൽ ഇഷ്ടപ്പെട്ട ആളുടെ കഴുത്തിലാണ് ആ താലി ഞാൻ ചാർത്തിയതെന്നും ഹരി നിത്യയോട് പറയുന്നു. നിത്യ ആ സമയം ഹരിയോട് പറഞ്ഞു, ഹരിയുടെ ഭാര്യയാകാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് നിത്യ ഹരിയോട് പറയുമ്പോഴും ഹരി പറഞ്ഞു, അങ്ങനെ ഒരു യോഗ്യത കൽപ്പിക്കേണ്ടതും സ്വയമല്ല, അത് ഞാനാണ് അങ്ങനെ ഒരു യോഗ്യതയെക്കുറിച്ച് പറയേണ്ടതെന്ന് ഹരി നിത്യയെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഈ താലി എന്നും നിത്യയുടെ കഴുത്തിൽ ഉണ്ടാകണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് കൂടി ഹരി പറയുകയും അങ്ങനെ എന്നേക്കുമായി തൻ്റെ ആഗ്രഹം നിത്യയ്ക്ക് മുന്നിൽ അറിയിച്ചതിൻ്റെ സന്തോഷത്തിൽ ഹരി കല്യാണിക്കുട്ടിയെ മാധ്യമനെയും ചേർത്ത് പിടിച്ച് അവിടുന്ന് മാറുമ്പോൾ നിത്യ ഹരിയുടെ വാക്കുകൾ കേട്ട് എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ വേദനയോടെ തൻ്റെ മക്കളെയും ഹരിയെയും നോക്കുന്നു.